മീനൊക്കെ ഭയങ്കര പണ്ട് പണ്ടേ ഒരു റേറ്റാണ്. എല്ലാം എന്ന് വെച്ചാ ചെറിയ അയല, ചാള, കൊഴിയാള ഇങ്ങനെയൊക്കെ ഉള്ള മേടിക്കണം. കുറഞ്ഞാലും ഒരു ഊണിന് മീൻ മച്ച് 70, മീനില്ലാതെ 60. മീൻ കറിയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലംകോട് എന്നാട്ടോ ഈ സ്ഥലത്തിന് പറയുക. തിരുവനന്തപുരം ജില്ലയിലാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലത്തേക്ക് പോകുമല്ലേ, ആ റോഡിൽ ആലംകോട് എന്ന് പറഞ്ഞിട്ട് ആ റോഡ് സൈഡിൽ തന്നെ വെച്ചാണ് ഈ കാണുന്നത്. റോഡ് സൈഡിൽ തന്നെ അഭിഷേക് ഹോട്ടലിൽ നിന്ന് ഒരു 10-50 വർഷത്തോളമൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 10 രൂപയ്ക്കാണ് മീൻ വറുത്തത് കൊടുക്കുക. അതിപ്പോൾ എന്നാ മീനാണെങ്കിലും ഇവരുടെ അടുത്ത് വന്നാൽ 10 രൂപ, 60 രൂപയ്ക്ക് ഊണും 10 രൂപയ്ക്ക് മീൻ വറുത്തതുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജാണ്. ഇവിടുത്തെ അഖില മെസ്സേജ് അയച്ച് ചോദിച്ചു, ചേച്ചി ഒരു വീഡിയോ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ 50 വർഷത്തോളം ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിലും അത് ഇതായിരുന്നില്ല. റോഡിൽ തന്നെ ഒരു പഴയ ഒരു ബിൽഡിംഗ് അഭിഷേക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഈ കട പിന്നീട് എവിടെ പോയിന്ന്. ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല അവർ ഇങ്ങടേക്ക് മാറിയിട്ട്. അപ്പോൾ ആ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഒഴിഞ്ഞു കിടന്ന വീട് എടുത്തിട്ട് ഇപ്പോൾ അവിടെയാണ് നടത്തുന്നത്. ശരിക്കും ഒരു വീട്, ഒരു പഴയൊരു വീടാണ്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കേണ്ടാവും മുമ്പ് കഴിച്ചിട്ടുള്ള ആളുകൾ, വളരെ പരിചയമുള്ള ഒരു സ്ഥലമാവും, സിറ്റിക്കകത്ത് തന്നെ ആയതുകൊണ്ടും നമ്മൾ ഈ എപ്പോഴും പോകുന്ന മെയിൻ റോഡൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കട ഇപ്പോൾ നിലവിൽ ഈ തൊട്ടിപ്പുറത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം. പ്രത്യേകത കുറേ അമ്മമാരാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതാണ്. ഇവിടുത്തെ അമ്മയുണ്ട്, അമ്മയുടെ പിന്നെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുണ്ട്, അമ്മയുടെ ബ്രദറുണ്ട്, അമ്മയുടെ ചേച്ചിയുണ്ട്, പിന്നെ അമ്മയുടെ ബ്രദറിൻ്റെ മക്കൾ. അവന്മാർ രണ്ടുപേരും വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് സഹായിക്കാൻ നിൽക്കണം. അപ്പോൾ ഞാൻ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഫോണും കളിച്ചിരിക്കുകയുള്ളൂ. അവർ രണ്ടുപേരും ഇവിടെ ഫുൾ ടൈം, അവർക്കത് ഇഷ്ടമാണ്, ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം മൊത്തം രാവിലെ മുതൽ ഇങ്ങനെ ഇതിൻ്റെ പരിപാടികളിലാണ്. അവരുടെ എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഉച്ചയ്ക്ക് ഒരു 11:30 മുതൽ നല്ല കിടിലൻ ഊണ് കിട്ടും. അപ്പോൾ ഇനി അകത്തേക്ക് പോകാം. എല്ലാം റെഡിയായി. എത്ര വർഷമായി കടയൊക്കെ തുടങ്ങിയിട്ട്? 40 വർഷം, ഏതാണ്ട് 50 വർഷത്തോളം. അപ്പൊ അമ്മയുടെ ബ്രദറായിരുന്നു തുടങ്ങിയത്. പിന്നെ നിങ്ങളായി. പിന്നെ മരിച്ചതിന് ശേഷം നാത്തോൻ തുടങ്ങി. അപ്പം നമ്മളും കൂടെ സഹായിക്കാം. നമ്മൾ 5:30 വരും. ഇല്ല, ചോറ് തീരുമ്പോ അടയ്ക്കും. ഇന്ന് തോരൻ, പിയണിക്ക പച്ചടി, പച്ചടി, പിന്നെ പുളിശ്ശേരി, സാമ്പാർ, പിന്നെ നെത്തോലി വറുത്തത്, മീൻ കറി, കപ്പ. കണ്ട 70 രൂപയ്ക്ക് മീനും കൂട്ടി വയറ് നിറച്ച് പോകും. ഞാനിപ്പം പരിപ്പ് കറിയാണ് വെച്ചിട്ടുള്ളൂ. ഇവിടെ സാമ്പാർ, മീൻചാറ്, പുളിശ്ശേരി ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് പരിപ്പ് കൂട്ടാൻ തോന്നി. ഇവിടെ വന്നപ്പോൾ പരിപ്പ് കറി കണ്ടപ്പോൾ പരിപ്പ് കൂട്ടാൻ തോന്നി. പരിപ്പും പപ്പടവും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. കപ്പയുണ്ട് കേട്ടോ. കപ്പയെന്ന് വെച്ചാൽ നല്ല ഉടച്ച കപ്പ. ചൂട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഉടച്ച നല്ല കുത്തി ഇങ്ങനെ ഉടച്ചെടുക്കൂലേ, അങ്ങനത്തെ കപ്പ. പരിപ്പും പപ്പടവും കഴിക്കുമ്പോഴുള്ളൊരു പിന്നെ ചൂടാ. മഴ പെയ്തോ? ഇവിടെ തിരുവനന്തപുരത്ത് ചെറിയ മഴ ഇന്നലെ ചാറി. ഇന്നിപ്പോൾ നല്ല മഴക്കാർ വെച്ചിട്ട് നിൽക്കുകയാണ്. ചിലയിടത്തേക്കൊക്കെ മഴ പെയ്തു എന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NH-നോട് ചേർന്നിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ, നമ്മൾ ലോങ് പോവുകയൊക്കെയാണ്. അപ്പോൾ ഉച്ച സമയത്താണ് ഊണ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. ഫാമിലി ആയിട്ടൊക്കെ കയറി വന്നിരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയ പൈസയേ ഉള്ളൂ. ഇത്രയും ഇതിനകത്ത് സിറ്റിക്കകത്തായിട്ട് പോലും ചെറിയ പൈസക്കാണ് ഊണ് കൊടുക്കുന്നത്. മാത്രമല്ല ഇതുപോലെ നാടൻ രുചിയിൽ ഭക്ഷണം കിട്ടും. പിന്നത്തെ ഒരു കാര്യം, ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വേണം, ഞായറാഴ്ച ദിവസം കടയില്ല. നല്ല പരിപ്പ് കറി, നല്ല സൂപ്പർ പരിപ്പ് കറി. പിന്നെ ഇത് മത്തങ്ങ അങ്ങോട്ടുള്ളൊരു പച്ചടിയാണ്. മത്തങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോൾ കഴിച്ചു. വെള്ളം ഇന്നിപ്പം കൊഴുവ കേട്ടോ. ഇതാണ് 10 രൂപയ്ക്കുള്ള മീൻ വറുത്തത്. നോക്കി ഇത്ര ഉണ്ട്. മീനിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയൊക്കെ അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല. നമ്മൾ ഒരു ചെറിയൊരു ഇതിലായാൽ പോലും മീൻ വറുത്തൊക്കെ മേടിക്കാൻ ചിലപ്പോൾ എന്ത് പൈസയാണ്. അപ്പോൾ ഇതാണെങ്കിൽ എന്തൊരു പണിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു സാധനം കുഞ്ഞ് നത്തോലിയാണ്. അതിനെ നുള്ളി പറക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്.
അപ്പോൾ അവിടെ ഇത്രയും പേര് ഉള്ളതുകൊണ്ടാണ് അവരത് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പം വേറെ മീനൊന്നും കിട്ടിയില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പരിപ്പല്ലേ മേടിച്ചത്. ഇപ്പോൾ ഈ കപ്പയിൽ മുക്കിച്ചിരി മീൻകറി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കണ്ടേ. അല്ല, കപ്പ നല്ല വെന്ത് ഉടഞ്ഞ കപ്പ. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിച്ചേച്ച് ഇവിടെ ഇരിക്കും കേട്ടോ. ഇവിടെ ഒരു സൗകര്യം എന്നാന്ന് വെച്ചാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം, അതല്ലെങ്കിൽ ആ റോഡിൻ്റെ സൈഡിലെല്ലാം കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൂടിയുണ്ട്. നല്ല ഭക്ഷണം ചെറിയ പൈസയ്ക്ക്, മാത്രമല്ല ഒരുപാട് ഉള്ളിലേക്കല്ല. പലപ്പോഴും നമ്മൾ ഇടുന്നതൊക്കെ നല്ല ഉൾപ്രദേശങ്ങളൊക്കെ ആയിരിക്കും. ഇത് പക്ഷേ അങ്ങനെയല്ല, മെയിനായിട്ടുള്ള നമ്മുടെ ഒരു NH-ൻ്റെ സൈഡിൽ തന്നെ ഒരു വീട്ടിലെ ഊണ് അമ്മമാർ തരുന്ന ഇങ്ങനത്തെ ചില സ്ഥലങ്ങൾക്ക് എനിക്ക് ചെല്ലുമ്പോൾ പേഴ്സണലി ഒരു ഇഷ്ടം തോന്നണേ എന്നാന്ന് വെച്ചാൽ അവർക്കൊക്കെ കുറേ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്ഥിരമായി കഴിക്കാൻ വരുന്ന ആളുകളോട്. അല്ലെങ്കിൽ പുതിയൊരാൾ വന്നതാണെങ്കിൽ പോലും അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ ഇപ്പോൾ അമ്മ അവിടെ വിളമ്പി കൊടുക്കുമ്പോൾ ഓരോരുത്തരോടും വിശേഷം പറഞ്ഞ് സംസാരിച്ച് ഓരോരുത്തരുടെ അളവ് വരെ അറിയാം, എത്രയാണ് വേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടി വേണ്ടേ, നീ സാധാരണ കഴിക്കണ പുളിശ്ശേരി കഴിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുള്ള കുശലാന്വേഷണങ്ങളോട് കൂടിയിട്ട് ഊണ് വിളമ്പി തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറവുണ്ടല്ലോ, അതിനി നമുക്കിനി എന്താ പറയുന്നത്, അതൊരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിച്ചാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ അഭിഷേക് ഹോട്ടൽ ആലങ്കോട് എന്ന് അടിച്ചാൽ ഓൾറെഡി ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. കാരണം ഇത് കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കടയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഗൂഗിളിലുണ്ട്. ഇനി നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു നോക്കാം. പലരും ഞാനിതിൽ എത്രയോ വട്ടം നമ്മൾ കൊല്ലവും ആലപ്പുഴയൊക്കെ യാത്ര ചെയ്തതാണ്, പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു കട കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും, പുതിയതായിട്ടായിരിക്കും അറിയുന്നത് ഇങ്ങനെ ഒരു കട. 50 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നീട്ടറില്ല, പറഞ്ഞു പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.